സമ്മർദ്ദ ഗ്രൂപ്പായി രാഷ്ട്രീയത്തിൽ ഇടപെടാനൊരുങ്ങി കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ. മുൻ AICC അംഗവും കോൺഗ്രസ് MLAയുമായ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ. കോട്ടയത്ത് നടന്ന ഫാർമേഴ്സ് ഫെഡറേഷൻ സമ്മേളനം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിഷയങ്ങൾ ഉയർത്തി രാഷ്ട്രീയത്തിൽ ഇടപെടാനാണ് കേരള ഫാർമേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. കേരള അവകാശ സംരക്ഷണ സംഗമം എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ അഭാവത്തിൽ തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകരെല്ലാവരും ഭിന്നിച്ച് നിൽക്കുകയാണ്. 100 പാർട്ടികളായിട്ട് അവർ വിഭജനമായിട്ട് നിൽക്കുന്നു. അവിടെ ഒരു കാര്യം നടക്കുന്നില്ല. എന്നും കർഷകരെ അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ഇന്നോ എന്താണ് സ്ഥിതി? ഇന്ന് കർഷകരെ പിന്തുണയ്ക്കാൻ ആരും തന്നെയില്ല. ഇന്ന് കാർഷിക രംഗത്ത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. വിലയില്ല, ഒരാൾ കൃഷി ചെയ്താൽ യാതൊരു മുതലാകുകയില്ല. എന്നും കർഷക സംഘടനയായിട്ട് പോയി ബഹളം വെക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാർ മാത്യു അറക്കലിന്റെ സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു. സമ്മർദ്ദ ഗ്രൂപ്പായി നിലകൊള്ളുവാനാണ് തീരുമാനമെന്ന് ചെയർമാൻ ജോർജ് ജെ മാത്യു ex-MLA വ്യക്തമാക്കി. പരിഹാരം ഉണ്ടാകാൻ വേണ്ടി എത്ര ഉച്ചത്തിൽ നിലവിളിക്കാവോ അത്രയും ഉച്ചത്തിൽ നിലവിളിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു മത്സര ബുദ്ധിയോടുകൂടി സംഘടനകൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എളിയ അഭിപ്രായം. ശനിയാഴ്ച കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ വ്യക്തമാക്കുവാനാണ് സംഘാടകരുടെ തീരുമാനം. മുൻ MLAമാരായ PM മാത്യു, MB മാണി ഉൾപ്പെടെയുള്ളവർ സംഘടനയുടെ നേതൃനിരയിലുണ്ട്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.